അപ്പോൾ നമ്മൾ സ്വാൻസി യൂണിവേഴ്സിറ്റിയുടെ വിശേഷങ്ങളുമായിട്ട് രണ്ടാമത്തെ ഭാഗമാണ് വീഡിയോയുടെ. ഇതിന് മുൻപൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ തുടർച്ചയാണ് കേട്ടോ ഈ വീഡിയോ. സ്വാൻസി യൂണിവേഴ്സിറ്റി ബാക്ക് ക്യാമ്പസിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അല്ല ഇത്രയേ ഉള്ളൂ കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ സ്റ്റിക്കൊക്കെ എടുത്തിട്ടുണ്ട്. ആര് ആര് നമ്മൾ കടലാണ് കേട്ടോ ഇവിടെ. വെള്ളം ഇങ്ങോട്ട് കയറിയതാണ്. അന്ന് മണലായിരുന്നു. പിള്ളേരൊക്കെ അവിടെ കളിക്കുകയായിരുന്നു. വെള്ളം കയറി വന്നൂല്ലേ? വെള്ളം കയറി എത്രയില്ല. ഇന്ന് കുറേ ദൂരം ഞങ്ങൾ പോയിരുന്നു. അതിൽ ഇറങ്ങി ഇത് ലാസ്റ്റ് നമ്മൾ വരുന്ന സമയത്ത് ഇവിടം വരെ വെള്ളമായിരുന്നില്ല, ഇങ്ങനെ മണൽ കാണില്ലായിരുന്നല്ലോ പണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്തു ലാസ്റ്റ് സെപ്റ്റംബറിൽ ഞാൻ വരുമ്പോൾ ഇവിടെ മണലൊന്നും കാണില്ലായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങി നടക്കാനൊക്കെ പറ്റും. കടലാണ് കേട്ടോ, കടൽ. നാളെ കാലത്ത് ബീച്ചിലാണ്. കുറച്ചും കൂടി വെയിലുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇറങ്ങിപ്പോവും. ഇതിപ്പോൾ വെയിലില്ലാത്തത് കൊണ്ടും ഈവനിങ് ആകുമ്പോൾ വെളിയേറ്റാവും, അതാണ്. ഇങ്ങനെ കടലാണ് കേട്ടോ. കടലിനോട് ചേർന്നിട്ടാണ് ഈ യൂണിവേഴ്സിറ്റി ഉള്ളത്. അതുകൊണ്ടാണ് ഈ യൂണിവേഴ്സിറ്റിക്ക് സ്വാൻസി യൂണിവേഴ്സിറ്റി ബേ ക്യാമ്പസ് എന്ന് പേര് വന്നത്. സ്വാൻസി യൂണിവേഴ്സിറ്റിക്ക് ഇനി സ്വാൻസിയുടെ തന്നെ വേറൊരു സിംഗിൾടൺ ക്യാമ്പസും കൂടി ഉണ്ട് കേട്ടോ. എൻജോയ് ദ ബീച്ച്. നമ്മൾ ബീച്ച് എൻജോയ് ചെയ്യാൻ പറ്റാം. നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹെലികോപ്റ്റർ പോകുന്നുണ്ട്. ഭയങ്കര സ്പീഡിൽ എവിടേക്കോ പോവാട്ടോ. അതായത് ഇവിടെ നമ്മുടെ അവിടുത്തെ പോലത്തെ മണലൊന്നും അല്ല കേട്ടോ. ഇവിടെയൊക്കെ വെള്ളം ഇറങ്ങിപ്പോയിട്ട് മണലെന്ന് പറയാൻ പറ്റില്ല, മണ്ണ് പൂഴി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സംഭവമാണ്. അരിക്കൊന്നും വേണ്ട, നേരെ ഇതെടുത്ത് നമുക്ക് കോൺക്രീറ്റ് ഉണ്ടാക്കാം. ഒരു തരി അതിനകത്തൊരു വെള്ളാരം കല്ല് പോലും ഇല്ല. നമ്മുടെ കടലിൻ്റെ അവിടെയൊക്കെ കാണില്ലേ ഇങ്ങനെ നല്ല മിനുസായിട്ടുള്ള കല്ല്, അതൊന്നുമില്ല. ഫുൾ പൂഴി മണ്ണ്. അമ്മേ എല്ലാം
ഇവിടം വരെ വന്നു കേട്ടോ. എന്താ കേറി വന്നു ശംഖല്ല, ശംഖിന്റെ ഷേപ്പുള്ള. ഇത് നമുക്ക് ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു കടലരയ്ക്കുന്ന സൗണ്ട് വെക്കും. അതറിയോ? അറിയില്ല? എടുത്തു നോക്കൂ. വലിയ സംഘടന. ഇവിടെ ആള് കുറവാണ് കേട്ടോ. ടെൻ്റ് അടിച്ചിട്ട് ആൾക്കാർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് കിടന്നൊക്കെ ഉറങ്ങണുണ്ടോ. ഇന്ന് ആള് കുറവാണ്, അല്ലെങ്കിൽ നിറയെ ആൾക്കാരുണ്ടാവും ഇവിടെ വരുമ്പോൾ. പോണ്ടിച്ചേരിയിലത്തെ ബീച്ച് പോലെ കല്ല് അല്ലേ? ആ ഫ്രണ്ടിലേക്ക് പോയാലോ, അവിടെ പോയിരുന്നു. നമ്മൾ തിരിച്ചു വീണ്ടും ആദ്യം വന്ന ആ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അതിൽ ഞങ്ങൾ വന്നിട്ട് നമുക്കിനി ഇതിൻ്റെ ലൈബ്രറിയാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് കുറച്ച് പ്രിൻ്റ് ഔട്ട് എടുക്കാനുണ്ട്. അപ്പോൾ നമ്മളത് ലൈബ്രറിയുടെ ഉള്ളിലേക്ക് പോവാണ്. വലിയ ലൈബ്രറിയാണ് കേട്ടോ. ഇവിടെ ഇരുന്ന് നമുക്ക് വായിക്കാനും പഠിക്കാനൊക്കെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒത്തിരി സൗകര്യമുണ്ട്. അതുപോലെ നമുക്ക് ലാപ്ടോപ്പ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. കണ്ടോ, ഒത്തിരി പുസ്തകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ളത് നമ്മുടെ എന്താ പറയുക, അത് ലോഗിൻ ചെയ്തിട്ട് നമ്മൾ പ്രിൻ്ററിലേക്ക് കണക്ഷൻ കൊടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ കാണുന്നതാണ് നമ്മൾ കമ്പ്യൂട്ടർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ നമ്മൾ നമ്മുടെ ID കാർഡ് സ്കാൻ ചെയ്ത് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അറകളിലൊക്കെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് ലാപ്ടോപ്പ് അവിടെ നിന്ന് ബുക്ക് എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കണ്ടോ, ഇത്രയും ലാപ്ടോപ്പ് ഉണ്ട്. നമ്മൾ പ്രിൻ്ററിലേക്ക് അയച്ചിട്ടുള്ള നമ്മുടെ മെറ്റീരിയൽ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി പോവാണ്. അതിന് നമ്മുടെ ID കാർഡ് സ്കാൻ ചെയ്ത് അതിൻ്റെ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രിൻ്റ് ഔട്ട് കൊടുക്കുന്നത് വരും. അങ്ങനെ നമ്മൾ പ്രിൻ്റൊക്കെ എടുത്ത് നമ്മളൊരു ബുക്ക് എടുത്ത് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ സ്കാൻ ചെയ്ത് നമ്മുടെ ID ബുക്കും ഒക്കെ സ്കാൻ ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടെ സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോകാൻ പാടുള്ളൂ. അതങ്ങനെയാണ് കേട്ടോ. ഒന്നിനും അവിടെ നമുക്ക് ലൈബ്രറിയറിൻ്റെയോ അല്ലെങ്കിൽ ലൈബ്രറിയിൽ നമ്മളൊരു ബുക്ക് എടുക്കണമെങ്കിൽ അത് ബുക്കിൽ എഴുതി വെക്കലോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. എല്ലാം നമ്മുടെ ID സ്കാൻ ചെയ്യാണ്. അപ്പം അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്. ഇതൊക്കെ ആരും നട്ട് വളർത്താതെ തനിയെ വളർന്നു നിൽക്കുന്ന സുന്ദര പുഷ്പങ്ങളാണ് കേട്ടോ. നല്ല ഭംഗിയിൽ കാണാൻ, വെള്ള പൂക്കൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടേജ് ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. മെയിൻ റോട്ടിൽ നിന്ന് നമുക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് കയറുന്ന ഭാഗം ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ട് ഭാഗം. നമുക്കവിടെ വലിയ കമാനമൊന്നും കാണാൻ പറ്റില്ല. ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജസ്റ്റ് ഒരു അവിടെ കാണുന്നുണ്ടാവുള്ളൂ. ഇവിടെ ഒരു സിഗ്നലാണ്. ഇവിടെ നിന്ന് ജസ്റ്റ് അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്നതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടേജ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് പോയിട്ട് നോക്കാം.
നമ്മൾ ഇത്രയും നേരം കണ്ടത് സ്വാൻസി യൂണിവേഴ്സിറ്റിയാണ്. സ്വാൻസി യൂണിവേഴ്സിറ്റിയുടെ എന്താ പറയുക, ഉള്ളിൽ പോയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ, പുറത്തുനിന്ന് കാണുമ്പോൾ ചെറുതാണ്, അകത്ത് കയറുമ്പോഴാണ് ഇത്രയും വലിയൊരു ഇത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ടുണ്ട്. സ്വാൻസി യൂണിവേഴ്സിറ്റിയിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങൾ ഇതിന് മുൻപ് സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ ഉൾഭാഗങ്ങളൊന്നും കാണുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.